ഡിക്ലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഈ ഒരു പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്നതിനുള്ള ഒരു ഇൻഡിക്കേഷൻ ആണ് ഫംഗ്ഷൻ ഡിക്ലറേഷൻ. റൈറ്റ്? ഹാവ് യു നോട്ടഡ് ദി സിൻടാക്സ്? ഈ സിൻടാക്സ് നോട്ട് ചെയ്തിട്ടുണ്ടോ നമ്മള്? നോക്കിയേ. സോ ദിസ് ഇസ് എ സിൻടാക്സ് ഫോർ ഫംഗ്ഷൻ ഡിക്ലറേഷൻ. ഇത് നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ടോ? ഒന്ന് റിപ്ലൈ ചെയ്തേ. ഇല്ല. ഓക്കെ ഓക്കെ ഫൈൻ. അപ്പം എനിക്ക് തോന്നുന്നു നമ്മൾ എത്തിയിട്ടില്ല. റൈറ്റ്? അപ്പൊ ഒരു ഫംഗ്ഷന് വി ഹാവ് 3 പാർട്സ് ഉണ്ട്. ഒന്ന് ഫംഗ്ഷൻ ഡിക്ലറേഷൻ ഉണ്ട്, വി ഹാവ് എ ഫംഗ്ഷൻ കോൾ ആൻഡ് വി ഹാവ് എ ഫംഗ്ഷൻ ഡെഫിനേഷൻ. 3 പാർട്സ് ആണ് ഒരു ഫംഗ്ഷന് ഉള്ളത്. അപ്പൊ ഫംഗ്ഷൻ ഡിക്ലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഡിക്കേഷൻ ആണ്. അതായത് വി ആർ യൂസിങ് ദിസ് ഫംഗ്ഷൻ സംവെയർ ഇൻ ദ പ്രോഗ്രാം എന്നൊരു ഇൻഡിക്കേഷൻ ആണ് ഫംഗ്ഷൻ ഡിക്ലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അതിന്റെ സിൻടാക്സ് ഒന്ന് നോട്ട് ചെയ്യണം. ഇതാണ് ഫംഗ്ഷൻ ഡിക്ലറേഷന്റെ സിൻടാക്സ്. ഇതൊന്ന് നോട്ട് ചെയ്യുക. ദിസ് ഇസ് എ സിൻടാക്സ് ഫോർ ഫംഗ്ഷൻ ഡിക്ലറേഷൻ. ഇതില് വി ഹാവ് ടു സ്പെസിഫൈ ദ ടൈപ്പ്. ടൈപ്പ് മീൻസ് വിച്ച് എവർ ടൈപ്പ് വി ആർ യൂസിങ് ഇൻ എ ഫംഗ്ഷൻ. ലൈക്ക് ഇൻഡിജർ ആണെങ്കിൽ ഇൻഡിജർ, ഓർ ക്യാരക്ടർ ആണെങ്കിൽ ക്യാരക്ടർ, ഫ്ലോട്ട്, എന്ത് ടൈപ്പ് ആണെങ്കിലും. സോ ദാറ്റ് ഈസ് ദി type of the function, and this is the function name. It is a name given by the user. This is a name given by the user to the particular function. So this is a function name. ഇനി ഇതിനകത്ത് നമുക്ക് കുറെ ആർഗ്യുമെന്റ്സ് യൂസ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ കുറെ ടൈപ്സ് ഓഫ് കുറെ ഡിഫറെന്റ് വേരിയബിൾസ് യൂസ് ചെയ്യേണ്ടി വരും. അതെല്ലാം ലിസ്റ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. സോ ദിസ് ഇസ് ദി ആർഗ്യുമെന്റ് ലിസ്റ്റ് ഓഫ് ദി ഫംഗ്ഷൻ. അപ്പൊ ഇതൊന്ന് നോട്ട് ചെയ്യോ നിങ്ങൾ? ഫംഗ്ഷൻ ഹാസ് 3 പാർട്സ്. ഒന്ന് ഫസ്റ്റ് പാർട്ട് ഇസ് എ ഫംഗ്ഷൻ ഡിക്ലറേഷൻ. അതിന്റെ സിൻടാക്സ് ആണ് ഇത്. ജസ്റ്റ് എഴുതി വെച്ചോ. നോട്ട് ഡൗൺ ദിസ് സിൻടാക്സ് ഫോർ ഫംഗ്ഷൻ ഡിക്ലറേഷൻ. എന്നിട്ടൊന്ന് റിപ്ലൈ ചെയ്യാം. നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ റിപ്ലൈ ചെയ്യാം. ഓക്കെ. നോട്ട് ചെയ്തോ? ഫിനിഷ്ഡ്? ഓക്കെ. ഇനി നെക്സ്റ്റ് നമുക്കുള്ളത്, ഓക്കെ, നെക്സ്റ്റ് വി ഹാവ് ഫംഗ്ഷൻ കോൾ. ഞാൻ പറഞ്ഞു, നമ്മൾ ഫംഗ്ഷൻ പഠിച്ചപ്പോൾ വി ടോൾഡ് ദാറ്റ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫംഗ്ഷൻ ഡെഫിനിഷനിൽ പറഞ്ഞു, ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ നെയിംഡ് പാർട്ട് ഓഫ് എ പ്രോഗ്രാം ആണ്, ആൻഡ് വിച്ച് ക്യാൻ ബി ഇൻവോക്ഡ് ഫ്രം എനി അതർ പാർട്ട് ഓഫ് എ പ്രോഗ്രാം. വിച്ച് മീൻസ് ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ പ്രോഗ്രാമിൽ, ഇഫ് വി ഹാവ് എ ഫംഗ്ഷൻ, എവിടെ നിന്ന് വേണമെങ്കിലും നമുക്കത് കോൾ ചെയ്യാൻ പറ്റും. സോ അതാണ് ഈ ഫംഗ്ഷൻ കോൾ യൂസ് ചെയ്തിട്ടാണ് വി യൂസ് ടു കോൾ എവറി ഫംഗ്ഷൻ ഇൻ ദാറ്റ് സി പ്രോഗ്രാം. അപ്പൊ അതിന് സിൻടാക്സ് നോക്കുകയാണെങ്കിൽ വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല. ഈ ടൈപ്പ് മാത്രമില്ല, ബാക്കി എല്ലാം സെയിം ആണ്. യു ക്യാൻ സീ ദാറ്റ് ടൈപ്പ് ഇല്ല, ഫംഗ്ഷൻ നെയിം ഉണ്ട്, ആർഗ്യുമെന്റ് ലിസ്റ്റ് ഉണ്ട്, ആൻഡ് സെമിക്കോളൻ. സോ ദിസ് ഇസ് ദ സിൻടാക്സ് ഓഫ് ഫംഗ്ഷൻ കോൾ. റൈറ്റ്? നമുക്ക് 3 പാർട്സ് ആണ് ഫംഗ്ഷൻ ഉള്ളത്. വൺ ഇസ് ഫംഗ്ഷൻ ഡിക്ലറേഷൻ, ഫംഗ്ഷൻ കോൾ, ആൻഡ് ഫംഗ്ഷൻ ഡെഫിനിഷൻ. ഫംഗ്ഷൻ ഡിക്ലറേഷൻ ആണെങ്കിൽ ഞാൻ പറഞ്ഞു ഇറ്റ് ഇസ് എൻ ഇൻഡിക്കേഷൻ ആണ്. അതായത് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ വി ആർ യൂസിങ് ത്രൂ ഔട്ട്, വി ആർ യൂസിങ് സംവെയർ ഇൻ ദ പ്രോഗ്രാം എന്നുള്ളതിനൊരു ഇൻഡിക്കേഷൻ ആണ് ഫംഗ്ഷൻ ഡിക്ലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആൻഡ് അതിന്റെ സിൻടാക്സ് യു ഹാവ് ഓൾറെഡി നോട്ടഡ്. ആൻഡ് നെക്സ്റ്റ് ഇസ് ഫംഗ്ഷൻ കോൾ. ഫംഗ്ഷൻ കോൾ എന്നാണെങ്കിൽ ഫംഗ്ഷൻ നെയിം ആൻഡ് ആർഗ്യുമെന്റ് ലിസ്റ്റ്. റൈറ്റ്? ഇതും കൂടെ ഒന്ന് നോട്ട് ചെയ്യാം. ഈ സിൻടാക്സ് മാത്രം ഒന്ന് എഴുതി വെച്ചാൽ മതി. ഫംഗ്ഷൻ കോളിന് ചെയ്ത് റൈറ്റ് ദിസ് സിൻടാക്സ്: ഫംഗ്ഷൻ നെയിം, ആർഗ്യുമെന്റ് ലിസ്റ്റ്, ആൻഡ് സെമിക്കോളൻ. നോട്ടഡ്? Yes. ഇനി ലാസ്റ്റ് പാർട്ട് ഓഫ് എ ഫംഗ്ഷൻ ഇസ് ഫംഗ്ഷൻ ഡെഫിനിഷൻ. സോ ഫംഗ്ഷൻ ഡെഫിനിഷനിലാണ് വി ആർ റൈറ്റിംഗ് all the steps to execute the function. അപ്പൊ ഒരു ഫംഗ്ഷൻ ഡെഫിനിഷനിലാണ് ആ ഒരു ഫംഗ്ഷൻ എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ വാട്ട് ഇസ് ഓപ്പറേഷൻ വി ഹാവ് ടു പെർഫോം, വാട്ട് ആർ ദി വേരിയബിൾസ് വി റിക്വയർഡ്, എല്ലാം നമ്മൾ എഴുതുന്നത് ഈ ഒരു ഫംഗ്ഷനിലാണ്. ഇത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇതിന്റെ സിൻടാക്സ് ഇസ് വെരി മച്ച് സിമിലർ ടു ദ ഫംഗ്ഷൻ ഡിക്ലറേഷൻ, പക്ഷേ സെമി കോളൻ ഇല്ല.
ഓക്കെ, ഡിക്ലറേഷൻ ആണെങ്കിൽ നമ്മളൊരു സെമി കോളൻ ഇടും. അതേസമയം ഫംഗ്ഷൻ ഡെഫിനിഷൻ ആണെങ്കിൽ നമ്മൾ സെമി കോളൻ ഇടില്ല, വിൽ ഓപ്പൺ ഫ്ലവർ ബ്രാക്കറ്റ് ആൻഡ് ഇതിനകത്ത് നമ്മൾ ഫുൾ സ്റ്റെപ്സ് എഴുതും. ലൈക്ക് എന്തൊക്കെ വേരിയബിൾസ് വേണം, വാട്ട് ആർ ദി സ്റ്റേറ്റ്മെന്റ്സ്, വാട്ട് ഇസ് റിട്ടേൺ സ്റ്റേറ്റ്മെന്റ്, ഈ ഫംഗ്ഷൻ ചെയ്തിട്ട് എന്ത് റിട്ടേൺ ചെയ്യണം, അല്ലെങ്കിൽ ഇതിനകത്ത് എന്തൊക്കെ സ്റ്റെപ്സ് വേണം, ഇതെല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഫംഗ്ഷൻ ഡെഫിനിഷനിലാണ്. സോ ഓക്കെ, ഇതൊന്ന് വേഗം നോട്ട് ചെയ്യാം, എന്നിട്ട് നമുക്കൊരു എക്സാമ്പിളും കൂടെ നോക്കാം. ഇതൊന്ന് എഴുതി വെച്ചാൽ മതി, ഈ സിൻടാക്സ് ഒന്ന് എഴുതി വെച്ചാൽ മതി. നോട്ടഡ്? ഓക്കെ. നോട്ട് നോട്ട് ചെയ്താ? ഓക്കെ, ഫൈൻ. ഓക്കെ, അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയാം. ഫംഗ്ഷൻ എന്താണ്? ഈ പാർട്ട് ഓഫ് ഫംഗ്ഷൻ ഇസ് വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ നമ്മൾ പറഞ്ഞു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ നെയിംഡ് പാർട്ട്. ഈ ഒരു ഡെഫിനിഷൻ ഇമ്പോർട്ടന്റ് ആണ്. ദിസ് ഇസ് വെരി ഇമ്പോർട്ടന്റ് ഡെഫിനിഷൻ ട്ടോ. അപ്പം അതായത് ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ നെയിംഡ് പാർട്ട് ഓഫ് എ പ്രോഗ്രാം ആണ്, കാരണം അതിനൊരു പേരുണ്ട്. ആൻഡ് ഇറ്റ് ക്യാൻ ബി ഇൻവോൾവ് ഫ്രം എനി അതർ പാർട്ട് ഓഫ് എ പ്രോഗ്രാം. ഈ ഒരു ഡെഫിനിഷൻ നിങ്ങൾ ഇങ്ങനെ തന്നെ പഠിക്കണേ, കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് നമ്മൾ പിന്നെ നോക്കിയത് രണ്ട് ടൈപ്സ് ഓഫ് ഫംഗ്ഷൻസ്, അത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. ഒന്ന് ലൈബ്രറി ഫംഗ്ഷൻസും വിച്ച് ഇസ് ഓൾറെഡി ദെയർ ഇൻ ദ സി ലൈബ്രറി, ലൈക്ക് നമ്മുടെ പ്രിന്റ് എഫ്, സ്കാൻ എഫ്, ഗെറ്റ് എസ്, പുട്ട് എസ്, ദെൻ ഗെറ്റ് സി എച്ച്, ഇതൊക്കെ നമ്മുടെ ഒരു ലൈബ്രറി ഫംഗ്ഷൻസ് ആണ്, വിച്ച് ഇസ് ഓൾറെഡി ഡിഫൈൻഡ്. അത് കഴിഞ്ഞാൽ യൂസ് ഡിഫൈൻഡ് ഫംഗ്ഷൻസ് ആണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. സോ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന മെയിൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ആണ്. അപ്പൊ നെക്സ്റ്റ് നമ്മൾ നോക്കിയത് ത്രീ പാർട്സ് ഓഫ് എ ഫംഗ്ഷൻ ആണ്. ദർ ആർ ത്രീ പാർട്ട് ഓഫ് എ ഫംഗ്ഷൻ. വി ഹാവ് ഫംഗ്ഷൻ ഡിക്ലറേഷൻ, വി ഹാവ് ഫംഗ്ഷൻ കോൾ, വി ഹാവ് ഫംഗ്ഷൻ ഡെഫിനിഷൻ. സോ അതിൽ ഫംഗ്ഷൻ ഡിക്ലറേഷൻ ഞാൻ പറഞ്ഞു, ഇറ്റ് ഇസ് ജസ്റ്റ് എൻ ഇൻഡിക്കേഷൻ ആണ്. അതായത് ഈ ഒരു ഫംഗ്ഷൻ നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട് എന്ന് കാണിക്കാനുള്ള ഒരു ഒരു ഇൻഡിക്കേഷൻ ആണ് ഫംഗ്ഷൻ ഡിക്ലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. Then function call എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ by using this function call we can call the function anywhere in the program. അപ്പൊ അതിന്റെ സിന്റാക്സ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ജസ്റ്റ് ഫംഗ്ഷന്റെ നെയിമും ആർഗ്യുമെന്റ് ലിസ്റ്റ് മാത്രം മതി. ലൈക്ക് നമുക്ക് ടൈപ്പിന്റെ ആവശ്യമില്ല, അതിന്റെ ആവശ്യമൊന്നുമില്ല. സോ ദാറ്റ് ഇസ് ദി ഫംഗ്ഷൻ കോൾ. ഇനി നെക്സ്റ്റ് ഫൈനലി വി ഹാവ് ഫംഗ്ഷൻ ഡെഫിനിഷൻ. ഫംഗ്ഷൻ ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്താണ് വിൽ റൈറ്റ് ഓൾ ദി ഓപ്പറേഷൻസ് അല്ലെങ്കിൽ ഓൾ ദി എക്സിക്യൂട്ടബിൾ സ്റ്റേറ്റ്മെന്റ്സ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എഴുതുന്നത് ഫംഗ്ഷൻ ഡെഫിനിഷനിലാണ്. ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫംഗ്ഷന്റെ ഒരു ഹാർട്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മൾ പറയാറില്ലേ സി പി യു ഇസ് എ ഹാർട്ട് ഓഫ് ദി കമ്പ്യൂട്ടർ എന്ന് പറയുന്ന പോലെ ഫംഗ്ഷൻ ഡെഫിനിഷൻ ഇസ് ദാറ്റ് മച്ച് ഇമ്പോർട്ടന്റ് ടു ദി ഫംഗ്ഷൻ. സി പ്ലസ് പ്ലസിൽ ഇങ്ങനെ തന്നെയാണോ സിൻടാക്സ്? യെസ്, ഇങ്ങനെ തന്നെയാണ് സിൻടാക്സ്. സിൻടാക്സിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഇതന്നെയാണ് നമ്മൾ ആദ്യം ടൈപ്പ് ചെയ്തും ഫംഗ്ഷൻ നെയിം എഴുതും, പാരാമീറ്റർ എഴുതും, ദെൻ എല്ലാ കാര്യങ്ങളും എഴുതും. പിന്നെ വേറൊരു കാര്യം, ഇപ്പം ഇവിടെ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് കണ്ടില്ലേ നിങ്ങൾ? ഈ റിട്ടേൺ നമുക്ക് എഴുതേണ്ട ആവശ്യമില്ല. എപ്പോഴാണെന്നറിയോ? ഇപ്പൊ നമുക്ക് എല്ലാത്തിലും ഈ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് എഴുതേണ്ട ആവശ്യമില്ല. ഇവിടെ റിട്ടേൺ എഴുതാണ്ടിരിക്കണമെങ്കിൽ ഇവിടെ ചെറിയൊരു ഡിഫറൻസ് വരുത്തിയാൽ മതി. അത് എന്താന്ന് ആർക്കെങ്കിലും അറിയോ? നമ്മൾ ടൈപ്പ് കൊടുക്കത്തില്ലേ, ലൈക്ക് ഇൻഡിജർ ആണെങ്കിൽ ഇൻഡിജർ, അല്ലെങ്കിൽ ക്യാരക്ടർ ആണെങ്കിൽ ക്യാരക്ടർ എന്ന് കൊടുക്കില്ലേ? അപ്പൊ അതിന് പകരം വേറൊരു വേർഡ് കൊടുക്കുകയാണെങ്കിൽ ദർ ഇസ് നോ നീഡ് ടു യൂസ് ദിസ് റിട്ടേൺ. അത് ഏതാണെന്ന് അറിയോ നിങ്ങൾക്ക്? അറിയോ? അറിയില്ല?
ഓക്കെ, സോ ഇവിടെ void എന്ന് ഇഫ് യു ആർ യൂസിങ് void ആസ് എ ടൈപ്പ്, നമ്മളിവിടെ void ആണ് യൂസ് ചെയ്യണമെങ്കിൽ ദർ ഇസ് നോ നീഡ് ഓഫ് റിട്ടേൺ സ്റ്റേറ്റ്മെന്റ്. നമുക്ക് റിട്ടേൺ സ്റ്റേറ്റ്മെന്റിന്റെ ആവശ്യമേ ഇല്ല. ലൈക്ക് ഇവിടെ ഇപ്പൊ ഇന്റിജർ ആണെങ്കിലോ അല്ലെങ്കിൽ ക്യാരക്ടർ ആണെങ്കിലോ ഫ്ലോട്ട് ആണെങ്കിലോ അപ്പോഴൊക്കെ നമുക്ക് റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യേണ്ടി വരും. ഇപ്പൊ നമ്മൾ void ആണ് കൊടുക്കുന്നതെന്നാണെങ്കിൽ അതിന്റെ മീനിങ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും റിട്ടേൺ ചെയ്യാനില്ല, അതിനകത്ത് തന്നെ എല്ലാ ഫങ്ഷൻസും അങ്ങ് ചെയ്ത് കഴിയും. സോ അതാണ് മീനിങ്. സോ ഇതൊന്ന് നോട്ട് ചെയ്യുക എല്ലാവരും. ഫംഗ്ഷൻ ഡെഫിനിഷൻ ഒന്ന് നോട്ട് ചെയ്യാം, എന്നിട്ട് നമുക്കൊരു എക്സാമ്പിളും കൂടെ നോക്കാം. നോട്ട് ചെയ്തില്ലേ? ഈ ഫംഗ്ഷൻ ഡെഫിനിഷൻ എഴുതി വെച്ചില്ലേ സിന്റാക്സ്? യെസ്, എല്ലാരും നോട്ട് ചെയ്താ? ശരി, നമുക്കൊരു എക്സാമ്പിളും കൂടെ നോക്കാം. ഓക്കെ ഓക്കെ, ഇനി ഇതിനകത്ത് വേറൊരു കാര്യം പറയാൻ പറ്റുമോ? നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അപ്പം ഈ ഒരു ടൈപ്പ് ഫംഗ്ഷൻ നെയിം പാരാമീറ്റർ ലിസ്റ്റ്, അതായത് ഈ ഒരു ലൈൻ ഉണ്ടല്ലോ, ഇതിനെ നമ്മൾ ഫംഗ്ഷൻ ഹെഡർ എന്നും കൂടെ പറയും. ലൈക്ക് വേറൊരു പേരാണ്, ഒന്നില്ലെങ്കിൽ ഫംഗ്ഷൻ ഡിക്ലറേഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു ഹെഡർ എന്ന് പോലെ പറയാം. പിന്നെ സ്റ്റേറ്റ്മെന്റ് വിത്തിൻ ദിസ് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ബ്രാക്കറ്റ് അത് ഫംഗ്ഷൻ ബോഡി, അതായത് ഈ ഒരു ഓപ്പൺ ബ്രാക്കറ്റിന്റെയും ക്ലോസ് ബ്രാക്കറ്റിന്റെയും അകത്ത് എഴുതുന്ന എല്ലാം ഇസ് നോൺ ആസ് ദി ഫംഗ്ഷൻ ബോഡി എന്നാണ് നമ്മൾ പറയുക. കാരണം ഇതിനകത്താണല്ലോ മൊത്തം ഫംഗ്ഷൻ എന്താ ചെയ്യേണ്ടതെന്ന് ഡിക്ലെയർ ചെയ്യുക. സോ ദിസ് ഇസ് ദി ഫംഗ്ഷൻ ബോഡി. ഈ ഒരു ഓപ്പൺ ബ്രാക്കറ്റ് ആൻഡ് ക്ലോസ് ബ്രാക്കറ്റിന്റെ ഇടയിൽ എഴുതുന്ന എല്ലാ സ്റ്റേറ്റ്മെന്റ്സും ദാറ്റ് ഈസ് ദി ഫംഗ്ഷൻ ബോഡി. ഇനി ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു ഇത് രണ്ടെണ്ണത്തിൽ മാത്രമാണ് സെമി കോളൻ യൂസ് ചെയ്യുന്നത്. ലൈക്ക് ഫംഗ്ഷൻ ഡെക്ലറേഷനിലും വിൽ യൂസ് സെമി കോൾ ആൻഡ് ഫംഗ്ഷൻ കോളിലും വിൽ യൂസ് സെമി കോളൻ. പക്ഷെ ഈ ഒരു ഫംഗ്ഷൻ ഡെഫിനിഷനിൽ വി ഡോണ്ട് യൂസ് സെമി കോളൻ. നമ്മൾ ഇവിടെ സെമി കോളൻ ഇട്ട് കഴിഞ്ഞാൽ ഇത് അങ്ങ് സ്റ്റോപ്പ് ആവും. പിന്നെ ഈ ഫംഗ്ഷൻ ബോഡി ഒന്നും എക്സിക്യൂട്ട് ആവില്ല, ഇവിടെ വെച്ച് അങ്ങ് സ്റ്റോപ്പ് ആവും. ദാറ്റ് വിൽ ബി ആൻ എറർ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഡെഫിനിഷനിൽ കയറിയിട്ട് സെമി കോളൻ ഇടരുത്. ആൻഡ് ദീസ് ആർ ദി ടു സ്റ്റേറ്റ്മെന്റ്സ് വേർ വി ഹാവ് ടു യൂസ് semicolon. So that is the next point. പിന്നെ a function must be declared before the main. അതായത് ഒരു ഫംഗ്ഷൻ ഡിക്ലറേഷൻ, ഇതൊക്കെ എവിടെ എഴുതണ്ടേന്ന് അറിയണ്ടേ നമുക്ക് പ്രോഗ്രാമിൽ. അപ്പൊ ഒന്ന് ഫംഗ്ഷൻ ഡിക്ലറേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി അബൌവ് ദി മെയിൻ. നമ്മൾ ജസ്റ്റ് വോയിഡ് മെയിൻ എഴുതില്ലേ, അതിന്റെ മേലെ വേണം ഈ ഫംഗ്ഷൻ ഡിക്ലറേഷൻ നിങ്ങൾ എഴുതാൻ. പിന്നെ ബാക്കി ഫംഗ്ഷൻ കോൾ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും എഴുതാം പ്രോഗ്രാമിന്റെ ഉള്ളിൽ. എനിവേർ യു ക്യാൻ റൈറ്റ് ദി ഫംഗ്ഷൻ കോൾ. ആൻഡ് ഫംഗ്ഷൻ ഡെഫിനിഷൻ എവിടെ എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സി പ്രോഗ്രാമിംഗ് കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് ഒരു ബ്ലോക്ക് ആയിട്ട് വിൽ റൈറ്റ് ദി ഫംഗ്ഷൻ ഡെഫിനിഷൻ. സോ അതാണ് യൂഷ്വലി ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എവിടെ വേണമെങ്കിലും എഴുതാൻ പറ്റും. പക്ഷെ ഒരു കാര്യം നോട്ട് ചെയ്യേണ്ടത്, ഫംഗ്ഷൻ ഡിക്ലറേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ഓൾവേസ് അബൌവ് ദി വോയിഡ് മെയിൻ. സോ ദാറ്റ് ഇസ് വൺ തിങ് യു ഹാവ് ടു നോട്ട്. അപ്പൊ ദിസ് ഇസ് ദി നെക്സ്റ്റ് പോയിന്റ്. അപ്പൊ ഈ ഒരു പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഫംഗ്ഷൻ കോളിംഗ് ഞാൻ പറഞ്ഞു, മെയിൻ ഫംഗ്ഷനിൽ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഫംഗ്ഷൻ കോൾ എഴുതാം. ആൻഡ് ദിസ് പാരാമീറ്റേഴ്സ് ഇസ് ഓൾസോ നോൺ ആസ് ദി ആർഗ്യുമെന്റ്സ്. സോ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട പോയിന്റ് ഇതൊന്ന് നോട്ട് ചെയ്യണം. ലൈക് ഫംഗ്ഷൻ ഹെഡർ എന്താണെന്ന് നോട്ട് ചെയ്യാം, ദെൻ സെമി കോളൻ യൂസ് ചെയ്യില്ല അത് നമ്മൾ നോട്ട് ചെയ്യാം, ആൻഡ് ദെൻ വാട്ട് ഇസ് ഫംഗ്ഷൻ ബോഡി. ഈ ഒരു 4 പോയിന്റ് ഒന്ന് നോട്ട് ചെയ്യാം. ഈ 4 പോയിന്റ്സ് ഒന്ന് നോട്ട് ചെയ്യാം കേട്ടോ. ലൈക് വാട്ട് ഇസ് എ ഫംഗ്ഷൻ ഹെഡർ, വാട്ട് ഇസ് ഫംഗ്ഷൻ ബോഡി, പിന്നെ വേർ ടു യൂസ് ഫംഗ്ഷൻ ഡിക്ലറേഷൻ, പിന്നെ ആ സെമി കോളൻ. ഈ 4 പോയിന്റ്സ് യു ഹാവ് ടു കീപ് ഇറ്റ് ഇൻ മൈൻഡ് ഓൾവേസ്. മാറിപ്പോവാൻ പാടില്ല ഏതൊക്കെ എവിടെ എഴുതണ്ടേന്ന്. നോട്ട് ചെയ്തിട്ട് ഒന്ന് പറയട്ടോ. ഹലോ,
നോട്ടഡ്? ഈ 4 പോയിന്റ്സ് നോട്ട് ചെയ്തോ? എഴുതി വെച്ചോ? നോട്ട് ചെയ്ത റിപ്ലൈ കേട്ടോ. നോട്ടഡ്. ഓക്കെ, എല്ലാരും നോട്ട് ചെയ്തില്ലേ? ശരി, ഇനി നമുക്കൊരു എക്സാമ്പിളും കൂടെ നോക്കാം. ലൈക്ക് ഹൗ ടു യൂസ് എ ഫംഗ്ഷൻ. അപ്പൊ നമ്മുടെ സാധാരണ ഒരു സി പ്രോഗ്രാമില് നമുക്ക് ഫംഗ്ഷൻ വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ ഡിഫറൻസ് ആണെന്ന് നോക്കാം. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഈ കോണിയോ ഡോട്ട് എച്ച് ഇപ്പൊ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല, അപ്പൊ നമുക്ക് തൽക്കാലം അത് അവിടെ ഇരിക്കട്ടെ. സോ കോണിയോ ഡോട്ട് എച്ചിന്റെ ആണ് ഈ ഗെറ്റ് സി എച്ച് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ. നമ്മൾ ഇതുവരെ അത് യൂസ് ചെയ്തിട്ടില്ല. അപ്പൊ നമുക്ക് തൽക്കാലം ഇപ്പൊ എസ് ടി ഡി ഐ ഡോട്ട് എച്ച് വെച്ചിട്ട് തന്നെ പറഞ്ഞു പോവാം. അപ്പൊ ഇത് നോക്ക്, ഇവിടെ ഒരു പുതിയൊരാളെ കണ്ടോ, വോയിഡ് മെസ്സേജ് ഒരു ഫംഗ്ഷൻ. അപ്പൊ ഇതെന്താണ്? നമ്മൾ പറഞ്ഞൊരു സിന്റാക്സ് വെച്ച് മാച്ച് ആവുന്നില്ലേ ഇത്? സോ ഏത് ടൈപ്പ് ആണെന്ന് നമ്മൾ എഴുതി, ഫംഗ്ഷന്റെ നെയിം എഴുതി, ആൻഡ് ആർഗ്യുമെന്റ് ലിസ്റ്റ് ഉണ്ടെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ വേണ്ട. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ആർഗ്യുമെന്റ് ലിസ്റ്റ് ഒന്നും ഇല്ല. സോ നമ്മൾ ഈ വോയിഡ് മെയിനിന്റെ മേലെ എഴുതുന്ന ആളെനെ പറയുന്ന പേരാണ് ഫംഗ്ഷൻ ഡിക്ലറേഷൻ, അല്ലെ? നമ്മൾ ഇപ്പൊ എഴുതിയ പോയിന്റ് അതല്ലേ? ഫംഗ്ഷൻ ഹെഡർ അല്ലെങ്കിൽ ഫംഗ്ഷൻ ഡിക്ലറേഷൻ നമ്മൾ എഴുതേണ്ടത് വോയിഡ് മെയിനിന്റെ തൊട്ട് മേലെയാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ അർത്ഥം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ കമ്പൈലർ ഇങ്ങനെ കമ്പൈൽ ചെയ്യുമ്പോൾ കമ്പൈലറിന് ഒരു ക്ലൂ കിട്ടും. ദാറ്റ് ഇസ് വി ആർ യൂസിങ് ദിസ് ഫംഗ്ഷൻ സംവെയർ ഇൻ ദ പ്രോഗ്രാം. എവിടെയോ മെസ്സേജ് എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നുണ്ട് എന്ന് ഇയാൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ വോയിഡ് മെയിൻ എഴുതും. അപ്പൊ നമ്മൾ വോയിഡ് മെയിൻ എഴുതും. അത് കഴിഞ്ഞിട്ട് ദിസ് ഇസ് എ ഫംഗ്ഷൻ കോൾ. ഇതാണ് ഫംഗ്ഷൻ കോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ജസ്റ്റ് മെസ്സേജ് എന്ന് നമ്മൾ എഴുതും. അതായത് ആ ഫംഗ്ഷന് നമ്മൾ ഇവിടെ കോൾ ചെയ്യാണ്, ഇതിനകത്തോട്ട് കോൾ ചെയ്യാന്നാണ് ഇതിന്റെ മീനിങ്. അപ്പൊ നമ്മൾ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ നമുക്ക് ആ സിന്റാക്സ് നോക്കിയാൽ മനസ്സിലാവും. നമ്മൾ കാര്യങ്ങളൊന്നും എഴുതണ്ട, ജസ്റ്റ് എന്താണോ ഫംഗ്ഷന്റെ നെയിം അത് എഴുതുക. ആർഗ്യുമെന്റ്സ് ഉണ്ടെങ്കിൽ അങ്ങനെ, ആർഗ്യുമെന്റ്സ് ഉണ്ടെങ്കിൽ എഴുതിയാൽ മതി, അല്ലെങ്കിൽ എഴുതേണ്ട ആവശ്യമില്ല. സോ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ ആർഗ്യുമെന്റ്സ് ഒന്നും ഇല്ല, അതായത് ബ്രാക്കറ്റിനകത്ത് പ്രത്യേകിച്ച് ഒന്നും ഇല്ല. സോ ഇവിടെ നമ്മൾ വി ഹാവ് നമ്മൾ എങ്ങനെയാണ് കോൾ ചെയ്തത്, അതായത് മെസ്സേജ് എന്ന് പറഞ്ഞിട്ട് വി ജസ്റ്റ് കോൾഡ് ദിസ് ഫംഗ്ഷൻ. സോ ദിസ് ഇസ് എ ഫംഗ്ഷൻ കോൾ. പിന്നെ നമ്മുടെ സാധാരണ മെയിൽ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് പ്രിന്റ് എഫ് ഹായ് ഇറ്റ്സ് മൺഡേ എന്നൊരു സ്റ്റേറ്റ്മെന്റും കൂടെ ഉണ്ട്. സോ അത് നമ്മൾ സാധാരണ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തു, അത്രേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് ഗെറ്റ് സി എച്ച് ഇപ്പൊ നിങ്ങൾ തൽക്കാലം നോക്കണ്ട. അപ്പൊ നമ്മൾ ഇവിടെ മെയിൻ ക്ലോസ് ചെയ്തു. സോ കഴിഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഫംഗ്ഷൻ ഡിക്ലറേഷൻ എഴുതേണ്ടത് ഈ വോയിഡ് മെയിന്റെ തൊട്ട് മേലെ, ഫംഗ്ഷൻ കോള് നമുക്ക് ആ പ്രോഗ്രാമിൽ എവിടെ വേണമെങ്കിലും എഴുതാന്ന് പറഞ്ഞു. സോ അവർ ആദ്യം തന്നെ എഴുതിയിട്ടുണ്ട്. ആൻഡ് ദെൻ ഫംഗ്ഷൻ ഡിക്ലറേഷൻ ഞാൻ പറഞ്ഞു നമ്മുടെ മെയിൻ പ്രോഗ്രാം കഴിഞ്ഞിട്ട്, അതായത് ഇത്രയാണ് നമ്മുടെ മെയിൻ പ്രോഗ്രാം. സോ ഇത് കഴിഞ്ഞിട്ട് ഒരു സെപ്പറേറ്റ് ബ്ലോക്ക് ആയിട്ട് വി ക്യാൻ റൈറ്റ് ദി ഫംഗ്ഷൻ ഡെഫിനിഷൻ. അപ്പൊ ഇവിടെ ഫംഗ്ഷൻ ഡെഫിനിഷൻ എങ്ങനെ എഴുതാം? അപ്പൊ നമ്മൾ ആദ്യം ഏത് ടൈപ്പ് ആണെന്ന് എഴുതും, ഫംഗ്ഷന്റെ പേര് നമ്മൾ എഴുതും, എന്തെങ്കിലും ആർഗ്യുമെന്റ്സ് ഉണ്ടെങ്കിൽ അത് ബ്രാക്കറ്റിൽ നമ്മൾ നോട്ട് ചെയ്യും, ആൻഡ് ദെൻ ഫ്ലവർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യും. അതിനകത്ത് എന്തൊക്കെയാണോ സ്റ്റേറ്റ്മെന്റ്സ് അതൊക്കെ നോട്ട് ചെയ്യും. സോ ഇവിടെ ഹായ് ഇറ്റ്സ് ട്യൂസ്ഡേ എന്നാണ് നമ്മുടെ ഫംഗ്ഷന്റെ അകത്തുള്ള മെസ്സേജ്. ഇനി ഇത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാന്ന് നോക്കുകയാണെങ്കിൽ ആദ്യം കമ്പൈലർ ഇവിടെ വരും. ഓക്കെ, സോ കമ്പൈലർ എക്സിക്യൂട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ ആദ്യം കമ്പൈലർ ഇവിടെ വരും, stdio.h. അപ്പൊ അതിൽ ഫംഗ്ഷൻസ് ഒക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഇത് കാണുമ്പോൾ കമ്പൈലറിന് മനസ്സിലാവും മെസ്സേജ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ വി ആർ യൂസിങ് ഇറ്റ് സംവെയർ ഇൻ ദ പ്രോഗ്രാം. ഒരു ക്ലൂ, ഒരു ഇൻഡിക്കേഷൻ കിട്ടും. അത് കഴിഞ്ഞ് വോയിഡ് മെയിൻ, അപ്പൊ ഇവിടെ നമ്മുടെ പ്രോഗ്രാം തുടങ്ങും. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് കമ്പൈലർ കാണുന്നത് മെസ്സേജ് എന്ന് പറഞ്ഞ ഫംഗ്ഷനെ വിളിച്ചിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഒരു മെസ്സേജ് കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടു കഴിഞ്ഞാൽ ഇറ്റ് വിൽ സ്റ്റോപ്സ് ദി എക്സിക്യൂഷൻ. നേരെ എക്സിക്യൂഷൻ അങ്ങ് സ്റ്റോപ്പ് ചെയ്തിട്ട് നേരെ ഇതിന്റെ ഫംഗ്ഷൻ ഡെഫിനിഷനിലോട്ട് പോകും. എന്നിട്ട് ഇവിടെ എന്താണോ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്, ഇവിടെ ഇപ്പൊ ഹായ് ഇറ്റ്സ് ട്യൂസ്ഡേ എന്ന് പ്രിന്റ് ചെയ്യാനാണ്. സോ നമുക്ക് ആദ്യത്തെ ഔട്ട്പുട്ട് കിട്ടുന്നത് ഹായ് ഇറ്റ്സ് ട്യൂസ്ഡേ എന്നാണ്. അത് കഴിഞ്ഞിട്ട് വേറെ ഒന്നുമില്ല. സോ വീണ്ടും നേരെ തിരിച്ച് അടുത്ത സ്റ്റേറ്റ്മെന്റിലോട്ട് പോകും. അപ്പൊ കാണുന്നത് പ്രിന്റ് ഓഫ് ഹായ് ഇറ്റ്സ് മൺഡേ എന്നാണ്. അപ്പൊ നമ്മൾ അതും പ്രിന്റ് ചെയ്തു. അത് കഴിഞ്ഞപ്പോ പ്രോഗ്രാം കഴിഞ്ഞു. ഇങ്ങനെയാണ് ഒരു ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുക. മനസ്സിലായോ നിങ്ങൾക്ക്? അതായത് എവിടെ നമ്മളൊരു ഫംഗ്ഷൻ കോൾ കാണുന്നോ അവിടെ വെച്ച് നമ്മൾ അങ്ങ്
നമ്മുടെ സാധാരണ പ്രോഗ്രാം അവിടെ വെച്ച് അങ്ങ് സ്റ്റോപ്പ് ചെയ്യും. എന്നിട്ട് നമ്മൾ ബാക്കി എക്സിക്യൂട്ട് ചെയ്യുക ആ ഒരു ഫംഗ്ഷൻ ആണ്. എക്സിക്യൂട്ട് ചെയ്തിട്ട് വീണ്ടും നമ്മൾ മെയിനിലോട്ട് വരും നമ്മൾ പ്രിന്റ് ചെയ്യും. സോ ദിസ് ഇസ് ഹൗ എ സിമ്പിൾ ഫംഗ്ഷൻ വർക്ക്സ്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? എങ്ങനെയാണ് ഫംഗ്ഷൻ വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇത് ക്ലിയർ ആണോ നിങ്ങൾക്ക്? വൺസ് മോർ. ഓക്കെ. അപ്പൊ ഇത് വളരെ എളുപ്പമാണ്. ദാറ്റ് ഇസ് നോർമൽ പ്രോഗ്രാം എക്സിക്യൂഷൻ പോലെ തന്നെയാണ്. വൺ തിങ് യു ഹാവ് ടു കീപ് ഇറ്റ് ഇൻ മൈൻഡ് ഇസ് ദാറ്റ് നമ്മൾ എവിടെയെങ്കിലും ഒരു ഫംഗ്ഷൻ കോള് കാണുകയാണെങ്കിൽ, ഫംഗ്ഷൻ കോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഫംഗ്ഷന്റെ പേരും അല്ലെങ്കിൽ ഫംഗ്ഷന്റെ പേരും ആർഗ്യുമെന്റ്സും മാത്രം കാണുകയാണെങ്കിൽ അവിടെ വെച്ച് പ്രോഗ്രാം വിൽ സ്റ്റോപ്പ്. അതായത് ഇവിടെ ഇപ്പൊ ഇതാണ് ഫംഗ്ഷൻ കോൾ എന്ന് പറയുന്നത്. അപ്പൊ സാധാരണ പോലെ എക്സിക്യൂട്ട് ചെയ്ത് വന്നു. അപ്പൊ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടപ്പോൾ ലൈക്ക് ഒരു ഇൻഡിക്കേഷൻ കിട്ടി. അതായത് മെസ്സേജ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എവിടേക്കോ യൂസ് ചെയ്യാനുണ്ട് എന്നൊരു ഇൻഡിക്കേഷൻ കിട്ടി. പിന്നെ വോയിഡ് മെയിനിൽ വന്നു. അപ്പൊ ഇവിടെയാണ് ഫംഗ്ഷനെ കോൾ ചെയ്തേക്കുന്നത്. അപ്പൊ വൺസ് ഒരു ഫംഗ്ഷൻ കോൾ കണ്ടു കഴിഞ്ഞാൽ ദിസ് കമ്പൈലർ വിൽ സ്റ്റോപ്പ് എക്സിക്യൂട്ടിങ് ആൻഡ് നേരെ പോകുന്നത് ആ ഒരു ഫംഗ്ഷനിലോട്ടായിരിക്കും. ഓക്കെ, ഫംഗ്ഷനിലോട്ട് ചെന്നിട്ട് പിന്നെ അവിടെ എന്താണോ ചെയ്യാനുള്ളത് അതാണ് ചെയ്യുക. അപ്പൊ അതിനകത്ത് നോക്കുമ്പോൾ ഹായ് ഇറ്റ്സ് ട്യൂസ്ഡേ എന്ന ഔട്ട്പുട്ട് കാണണം. സോ ഇതാണ് നമ്മുടെ ആദ്യത്തെ ഔട്ട്പുട്ട്. നിങ്ങൾ ശ്രദ്ധിച്ചറിയാം. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് ഔട്ട്പുട്ട് നമുക്ക് റിസീവ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് തിരിച്ച് വീണ്ടും നമ്മുടെ ഇങ്ങോട്ട് പോകും. ഇങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ വീണ്ടും ഒരു പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് ഹായ് ഇറ്റ്സ് മൺഡേ. അപ്പൊ അത് രണ്ടാമത്തേതായിട്ടാണ് പ്രിന്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പ്രോഗ്രാം എക്സിറ്റ് ആവും. സോ അതാണ് ആ ഒരു ഫ്ലോ കാണിക്കുന്നത്. അതായത് എവിടെ ഒരു ഫംഗ്ഷന് കോൾ ചെയ്യുന്നോ അവിടെ വെച്ച് നമ്മുടെ പ്രോഗ്രാം അങ്ങ് സ്റ്റോപ്പ് ചെയ്തിട്ട് നേരെ ചെല്ലുന്നത് ഫംഗ്ഷൻ ഡെഫിനിഷനിലോട്ടാണ്. റൈറ്റ്? ഓക്കെ, ഒരു മിനിറ്റ്. ഈ പ്രോഗ്രാം ഒന്ന് നോട്ട് ചെയ്ത് വെക്കോ? ഈ പ്രോഗ്രാം ഒന്ന് നോട്ട് ചെയ്യോ എല്ലാരും? ഓക്കെ, ഇതിൽ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ക്ലിയർ? വോയിഡ് മെസ്സേജ് കോൾ ചെയ്യേണ്ട സമയത്ത് വോയിഡ് മെസ്സേജ് കോൾ ചെയ്യേണ്ട സമയത്ത് യൂസ് ചെയ്യും. അതായത് ഫംഗ്ഷൻ കോളിൽ നമ്മൾ ഒരിക്കലും ഏത് ടൈപ്പാന്ന് നമ്മൾ പറയില്ല. ലൈക്ക് ജസ്റ്റ് മെസ്സേജ് എന്ന് മാത്രമേ നമ്മൾ ഇടുള്ളൂ, അല്ലാതെ ഫംഗ്ഷൻ അങ്ങനെ നമ്മൾ പറയില്ല. അതാണ് ഞാൻ നിങ്ങൾക്ക് ഈ സിൻടാക്സ് പറഞ്ഞു തന്നപ്പം. അതായത് ഇവിടെ നോക്കുകയാണെങ്കിൽ ഫംഗ്ഷൻ ഡിക്ലറേഷനിൽ നമ്മൾ ടൈപ്പ് യൂസ് ചെയ്യും, ഫംഗ്ഷൻ ഡെഫിനിഷനിൽ നമ്മൾ ടൈപ്പ് യൂസ് ചെയ്യും. അതേസമയം നമ്മൾ ഫംഗ്ഷൻ കോളിൽ ജസ്റ്റ് ഫംഗ്ഷന്റെ പേരും ആർഗ്യുമെന്റ് ഉണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഇല്ലെങ്കിൽ ചുമ്മാ ഓപ്പൺ ബ്രാക്കറ്റ് ക്ലോസ് ബ്രാക്കറ്റ് ഇട്ടിട്ട് സെമി കോളൻ ഇടും. അങ്ങനെയാണ് യൂഷ്വലി നമ്മൾ ഫംഗ്ഷനെ കോൾ ചെയ്യാറ്.